മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇടതുപക്ഷം 8 നിലയിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് കെ സുരേന്ദ്രൻ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം വോട്ടൊക്കെ എങ്ങനെയാണ് ചിതറിപ്പോയത് എന്നത് ഉൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു. ഇലക്ട്രോണിക് വോട്ടിംഗ് വെച്ച് കളക്ടർ നടത്താൻ പറ്റും. ഞാൻ ഈ 89 വോട്ടിന് അവിടെ പോയി തോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്റെ ഒരു നാളെ ആദ്യം ഞാൻ നടത്തുവരുന്നില്ലേ. ഇന്നിപ്പോ നിതിൻ നബീന്റെ 30 കൊല്ലം 25 കൊല്ലം കൈവശം വെച്ച സീറ്റ് നമുക്ക് നഷ്ടമായി. 50,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് നമ്മൾ 20,000 വോട്ടിന് തോറ്റു. അത് ജനാധിപത്യത്തിൽ സംഭവിക്കുന്നതാണ്. അല്ല, അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ മണ്ഡലത്തിൽ EVM ടാമ്പർ ചെയ്യാൻ അയാളെ തോക്കാൻ നിൽക്കുമോ? അപ്പൊ BJP ജയിക്കുന്നിടത്തെല്ലാം EVM ടാമ്പറിങ്. കോൺഗ്രസ് ജയിച്ചാൽ ജനാധിപത്യത്തിന്റെ വസന്തം. കേരളത്തിൽ വലിയ ഭൂരിപക്ഷം. അതിനെങ്ങനെ ജയിക്കേണ്ടത്? ഈ കമ്മ്യൂണിസ്റ്റുകളിലൂടെയല്ലേ അവർ ജയിക്കുന്നത്. ഇവരീറ്റ പ്രചരണം നടത്തിയിട്ടല്ലേ ഇവരിങ്ങനെ SIR നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ ഈ നാറിയ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ നാട് മുഴുവൻ പറയും മുസ്ലിങ്ങളെ എല്ലാം ഒഴിവാക്കാൻ വേണ്ടി. അപ്പോഴത്തെ കോൺഗ്രസ് ഏറ്റവും ഞാൻ നാറിയ എന്ന് പറയുന്നത് നാറിയ പണിയാണിത്. ഈ രാജ്യത്ത് എല്ലാ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ പെടുത്തുക എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സദുദ്ദേശപരമായ ഒരു നടപടിയെ ഇവരെന്താണ് വ്യാഖ്യാനിച്ചത്? ഇവർ വ്യാഖ്യാനിച്ചത് മുസ്ലിങ്ങളെല്ലാം അയ്യോ കുഴിയിൽ കാല് നീട്ടിയാൽ സ്ട്രക്ചറിൽ എടുത്തോണ്ടല്ലേ വോട്ടർ പട്ടിക പേര് ചേർത്തത്. 20,000 വോട്ടിന് സച്ചിൻ ദേവ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം എങ്ങനെ ജയിച്ചത്? മറ്റേ 5,000 വോട്ടിന് എത്ര വോട്ടിനാ? 19,000 വോട്ടിന്. കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ നടത്തിയ പ്രചരണമാണ്. ഞാൻ നോക്കുമ്പോൾ മുസ്ലിം ബൂത്തുകളിലെല്ലാം വൻ ലീഡാ UDF. എന്റെ വീടിനടുത്ത് ഞാൻ മാമ്പൂരിൽ താമസിക്കുന്നത്. അവിടെ ഒരു 8ാം വാർഡിൽ ശോഭരാജിന്റെ വാർഡിൽ ഈ സൈഡ് മുഴുവൻ മുസ്ലിങ്ങളും CPM കംപ്ലീറ്റ്. ആ ഏരിയ അങ്ങോട്ട് മേലോട്ട് പോയാലും ആ വീടിന്റെ വീടിനവിടെ മുഴുവൻ. ഞാൻ വീട്ടിൽ വന്നിട്ട് നല്ല കണക്ക് നോക്കി ആ ബൂത്തിൽ ഒരൊറ്റ വോട്ട് LDF കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് LDF ലീഡ് ചെയ്യുന്ന ആ സ്ഥലം മുഴുവൻ UDF ലീഡ് ചെയ്തിരിക്കുന്നു. കാരണം മുസ്ലിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു പറ്റിക്കുന്നത്. നിങ്ങളെ പൗരത്വം കൂട്ടോ ഏത് SIR പേര് ചേർത്തല്ലേ നിങ്ങളെ പൗരത്വം പോകും. നിങ്ങളെ വോട്ട് ഇല്ലാതാക്കാനാണ്. നിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കും. CA വന്നപ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? താമരശ്ശേരി ഗിരീഷിന്റെ നാട്ടിലൊക്കെ പോസ്റ്റർ ഒട്ടിച്ചില്ല. RSS കാരന് ഈ വീട്ടിൽ പ്രവേശനമില്ല. ഉണ്ടോ ഇല്ലയോ? ആര് നടത്തിയതാണ്? അപ്പൊ SIR നല്ല കാര്യമായിരുന്നു. അത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി, ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ തെറ്റായി പ്രചരിപ്പിച്ചു. അതിന്റെ ഗുണം ലീഗിനും കോൺഗ്രസിനും കിട്ടി. എത്ര സമരം ഇവിടെ കാണും. ഞാൻ നോക്കുമ്പോൾ നല്ല പിന്നെ പൊതുസമൂഹത്തിൽ വളരെ മാന്യമായിട്ടുള്ള പല ആൾക്കാരും ഈ SDPIക്കാർ സംഘടിപ്പിക്കുന്ന റാലിയില് ഏത് മോദി പൗരത്വം എടുത്തു കളയുമ്പോ CA വന്നപ്പോ ഇല്ല നിങ്ങളുടെ നാട്ടിൽ അനുഭവമില്ലേ? ബാലുശ്ശേരിയിലെ പരിസര പ്രദേശങ്ങളിൽ എത്ര ജാഥാണ്. ഞാനൊക്കെ ഉള്ളിയേരിൽ വായി വിരലിട്ടാ കടിക്കാത്തവൻ വരെ ഈ SDPIക്കാരെ സംഘടിപ്പിക്കുന്നത് പേടിച്ചു പോയവര്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുസ്ലിങ്ങളെല്ലാം ഇവിടെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ CA കൊണ്ടുവരുന്നത്. പല സ്ഥലത്തും ബോർഡ് വെച്ച് RSS കാരന് പ്രവേശനമില്ല. പക്ഷെ ദൈവം മോളുണ്ടല്ലോ. പ്രളയം വന്നപ്പോ ഈ RSS കാരന് ഉണ്ടായല്ലോ ആദ്യം വീട്ടിലേക്ക് ഓടിയിട്ട് വീട് നന്നാക്കാൻ. കാരണം സേവാഭാരതി മാത്രമേ ഉണ്ടായില്ലോ തെരഞ്ഞെടുപ്പ് അല്ലെ. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത്. നിങ്ങൾ മോദിയെ പൊക്കിപ്പിടിച്ച്, നിങ്ങൾ BJPയെ പൊക്കിപ്പിടിച്ച് മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രശ്നമാണോ എന്ന് നിങ്ങൾ എത്ര തവണ പറയുന്നോ അത്രയും തവണ നിങ്ങൾക്ക് കിട്ടുന്ന സകല മുസ്ലിം വോട്ടും അത് നേരെ UDFിലേക്കാണ് പോവുക. അല്ലാതെ നിങ്ങൾക്കൊരു കോപ്പും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. മഞ്ചേശ്വരത്ത് BJP ജയിക്കാൻ പോകുന്നു എന്ന് ഇടതുപക്ഷം പോലും വിളിച്ചു പറഞ്ഞ സമയത്ത് എന്താണ് സംഭവിച്ചത്? സകല വോട്ടും ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടും നേരെ പോയിട്ടുള്ളത് UDFന്. ഇനി പാലക്കാട്ടേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ പാലക്കാട്ടും ഇടതുപക്ഷത്തിന് കിട്ടേണ്ട മുസ്ലിം വോട്ട് ഉൾപ്പെടെ വോട്ടുകൾ കൂട്ടത്തോടെ പോയിട്ടുള്ളത് UDFനാണ്. അങ്ങനെ കേരളത്തിൽ ഉടനീളം അപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ബാലുശ്ശേരിയിലൊക്കെ തന്നെ ഇവിടെ SIR നടപ്പിലാക്കുമ്പോ പൗരത്വം പോവോ എന്ന് പറഞ്ഞ് ഈ ഇടതുപക്ഷം ഇവിടെ പേടിപ്പിക്കാൻ തുടങ്ങുക. ഇത് കേട്ട് ഈ പറയുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഈ പ്രചരണം ഏറ്റുപിടിക്കും. സ്വാഭാവികമായിട്ട് ഫാമിലി ഗ്രൂപ്പുകളിലൂടെ ഈ പ്രചരണം വലിയ രീതിയിൽ പോവും. ഈ മുസ്ലിം ലീഗുകാരൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലൂടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പ്രസംഗിച്ചതാ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുക. നമ്മൾ ഇതൊക്കെ കണ്ടത് കൊണ്ടാണ് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പൗരത്വം പോവും കേട്ടോ, നിങ്ങൾ നമുക്ക് തന്നെ വോട്ട് ചെയ്യണോ എന്ന് വ്യക്തമായിട്ട് മുസ്ലിം ലീഗുകാര് ഫാമിലി ഗ്രൂപ്പുകളിലൂടെ പ്രചരണം നടത്തും. അതേപോലെ തന്നെ കോൺഗ്രസുകാരും വലിയ പ്രചരണം നടത്തും. ഏത് ഫാമിലി ഗ്രൂപ്പിലൊക്കെ തന്നെ ഇടത് നേതാവിന്റെ പ്രസംഗം വെക്കുക. എന്നിട്ട് പറയൂ കോൺഗ്രസിനെ കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പൊ ഭരണപക്ഷത്തിനെതിരെ എന്തെങ്കിലും പറയാൻ നമ്മളെ കൊണ്ടേ ആവൂ എന്ന്
ഇവർ വലിയ പ്രചരണം നടത്തും. ഈ ഇടതുപക്ഷ നേതാക്കന്മാരാണെങ്കിൽ സകല കവലകളിൽ പോയിട്ട് ഇത് പ്രസംഗിച്ചോണ്ടിരിക്കും. ഓ, ഇവിടെ പൗരത്വം വന്ന് പൗരത്വം പോകും കേട്ടോ, SIR വന്നാൽ പാകിസ്ഥാനിലേക്ക് പോവേണ്ടി. ഈ പ്രചരണം ഇടതുപക്ഷം എത്രത്തോളം ശക്തമാക്കുന്നോ അത്രത്തോളം കാലം ഇനി UDF ആണ് കേരളത്തില് ഭരണപക്ഷത്തുണ്ടാവുക എന്നുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാര് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. ഈ ബാലുശ്ശേരിയൊക്കെ എന്താ സംഭവിച്ചത്? 20,000 വോട്ട് ഭൂരിപക്ഷത്തിലായിരുന്നു ഇടത് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ. എന്നാൽ ഇത്തവണ അത് 16,000-ലധികം ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തിയത് എങ്ങനെയാ? ന്യൂനപക്ഷ വോട്ട് കൂട്ടത്തോടെ UDFിലേക്ക് പോയി എന്നുള്ളത് തന്നെയാ. കാരണം എന്താ? ഇവിടെ ഫുള്ള് പ്രശ്നമാണോ, ഇവിടെ പൗരത്വം നഷ്ടപ്പെടോ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഈ പ്രചരണം, കള്ളപ്രചരണം എത്രത്തോളം ശക്തമാക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂനപക്ഷ വോട്ട് കിട്ടാതെയാവുകയാണ് ചെയ്യുക. ഇനി മറ്റൊന്ന്, ഈ പ്രസംഗമൊക്കെ തന്നെ നടത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് UDFന്റെ വോട്ട് LDFന് കൊടുത്തിട്ടുണ്ടോ? ലളിതമായ ചോദ്യ. കേരളത്തിൽ എവിടെയെങ്കിലും പാലക്കാട്ട് ഇടതുപക്ഷം മുസ്ലിം ലീഗിന് വോട്ട്, അതായത് UDFന് വോട്ട് കൊടുത്തതുപോലെ മഞ്ചേശ്വരത്ത് LDF UDFന് വോട്ട് കൊടുത്തതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും UDFന്റെ വോട്ട്, മുസ്ലിം ലീഗിന്റെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ടോ? കിട്ടൂല, ഒരിക്കലും കിട്ടൂല. അത്രത്തോളമാണ് ഇവിടെ കാര്യങ്ങൾ മുസ്ലിം ലീഗൊക്കെ അടിത്തട്ടിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലറ ചില്ലറ ചില വർഗീയതകൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. നന്നായിട്ട് വർഗീയ കാടിറക്കി തന്നെയാ, മതം പൊക്കിപ്പിടിച്ച് തന്നെയാ മുസ്ലിം ലീഗ് ഒരു ഭാഗത്തുള്ളത്. അപ്പൊ ആ വോട്ടൊക്കെ അവർ കൃത്യമായിട്ട് പരമാവധി പിടിക്കുന്നുണ്ട്. ഇത് മനസ്സിലാകാത്തത് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് മാത്രമാണ്. അവരിപ്പോഴും മോദി വന്നാൽ അങ്ങനെ വന്നാൽ ഇങ്ങനെ, ഇത് എത്ര കാലം ഇടതുപക്ഷം വിളിച്ചു പറയുന്നോ അത്രയും ഗുണം മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമാണ് അവർ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഇനിയെങ്കിലും മനസ്സിലാവോ? ഇനി മറ്റൊന്ന്, ഈ നിതിൻ നബീന് രാജിവെച്ചിട്ടുള്ള സീറ്റില് പ്രശാന്ത് കിഷോർ വിജയിച്ചതോടുകൂടിയിട്ട് ഇവിടെ ഇപ്പൊ വലിയ ജനാധിപത്യം അങ്ങ് പൂത്തുലഞ്ഞിട്ടുണ്ട്. അതുവരെ SIR, ഈ ബീഹാറിലെ SIR പ്രശ്നമാണോ, അവിടെ ഫുള്ള് തട്ടിപ്പാടോ, വോട്ട് മെഷീൻ തട്ടിപ്പാടോ എന്നൊക്കെ പറഞ്ഞ ആളുകള് പ്രത്യേകം ഓർക്കണം. നിതിൻ നബീൻ രാജിവെച്ചിട്ടുള്ള സീറ്റില് ബൈ ഇലക്ഷനില് അവിടെ പ്രശാന്ത് കിഷോർ 19,000-ലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടുകൂടി നമ്മുടെ കേരളത്തിൽ എജാതി ബഹള. ഇവിടെ വോട്ട് മെഷീൻ തട്ടിപ്പോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആളുകളാ വലിയ ആവേശത്തിൽ ഓ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നൊക്കെ അലറി വിളിച്ചിരുന്നത്. ഇവരോടൊക്കെ തന്നെ ലളിതമായിട്ട് സുരേന്ദ്രൻ ചോദിക്കാറുള്ളത്, ഈ വോട്ട് മെഷീനിലൊക്കെ തട്ടിപ്പ് നടത്തിയായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ രാജിവെക്കുന്ന ആ ഒരു സീറ്റിൽ വിജയിച്ചത് 50,000-ലധികം വോട്ടിനാ. ആ വോട്ടിന് ജയിച്ചൊരു സ്ഥലത്ത് കുറച്ച് എന്തെങ്കിലും ചെയ്തെങ്കിൽ ജയിച്ചാൽ പോരായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ വോട്ട് മെഷീനിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. കഴിഞ്ഞ തവണ 50,000-ന് വിജയിച്ചത് ഇത്തവണ 19,000-ൽ പരാജയപ്പെടുക. പ്രശാന്ത് കിഷോർ 19,000-ഓളം ഭൂരിപക്ഷം. ഇത് നേരെ തിരിച്ചു, കോൺഗ്രസ് 50,000-ന് വിജയിച്ചെടുത്ത് ബൈ ഇലക്ഷനിൽ ഒരു 19,000 വോട്ട് ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ വോട്ട് മെഷീൻ തട്ടിപ്പോ എന്ന് നമ്മൾ എത്ര കേൾക്കേണ്ടി വരികയായിരുന്നു. ഇതിപ്പോ ഫുള്ള് ജനാധിപത്യ വിജയമായിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രചരണമാണ്. അപ്പൊ വിവേകമുള്ള സകല മലയാളികൾ തിരിച്ചറിയാം, ഇവിടെ വോട്ട് മെഷീൻ ഒന്നും യാതൊരു പ്രശ്നമില്ല. ഇവിടെ ജനാധിപത്യമൊക്കെ അതിന്റെ മഹത്തായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇലക്ഷൻ കമ്മീഷനെ പോലും ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് അത് തട്ടിപ്പാടി എന്നൊക്കെ വിളിച്ചു പറയുന്ന സകല ആളുകളും ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഈ രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ, അതിനെ പോലും വെല്ലുവിളിക്കുന്നവർക്കെതിരേക്ക് ബോധമുള്ള മലയാളികളൊക്കെ തന്നെ പൂച്ചിച്ച് തള്ളണം. ആര് ഇലക്ഷൻ കമ്മീഷനേക്ക്, അതിന് ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനേക്ക് തോന്നിയതുപോലെ വെല്ലുവിളിച്ച് ആര് മുന്നോട്ട് പോയാലും അവർ രാജ്യവിരുദ്ധതയാണ് ചെയ്യുന്നത് എന്നുള്ളതിലും ഒരാൾക്കും ഒരു തർക്കവും വേണ്ട. ഏതായാലും നിതിൻ നബീൻ രാജിവെച്ചതില് പ്രശാന്ത് കിഷോർ വിജയിച്ചതോടുകൂടി രാജ്യത്തെ സകല ബോധമുള്ള ആളുകൾക്ക് മനസ്സിലായി ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഇത് തോറ്റു കഴിയുമ്പോ 8 നിലയിൽ പൊട്ടുമ്പോ നിലവിളിക്കുന്നതാണോ വോട്ട് മെഷീൻ എന്നൊക്കെ വിളിച്ചു പറയുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക. ഏതായാലും സുരേന്ദ്രൻ പറഞ്ഞത് കമ്മികള് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ കൊള്ളാം.